എവിടുന്നാ തുടങ്ങേണ്ടത്? കൃത്യനിഷ്ഠ. നോക്കൂ, നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്ര ഐക്യം. സമയമാകുമ്പോൾ അവരുടെ എല്ലാ പള്ളികളിലും വാങ്കുവിളിയാണ്, കൃത്യനിഷ്ഠ. അതുകൊണ്ട് അവർക്ക് ഐക്യമുണ്ട്. അവര് കാശ്മീർ മുതൽ കന്യാകുമാരി വളരെ കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ എത്ര കുട്ടികളെ ഇവിടുന്ന് പ്രേമിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചില്ലേ? അഫ്ഗാനിസ്ഥാൻ ജയിലിൽ 26ഓളം കുട്ടികളുണ്ടെന്നാണ് നമ്മുടെ പഴയ DGP സെൻകുമാർ ഞങ്ങൾ ഒരു മാസം മുമ്പ് എറണാകുളത്ത് ഒരു ഫംഗ്ഷനിലുള്ളപ്പോൾ അദ്ദേഹം പറയണ്ടായി. പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയതാണ്. അവരിപ്പോ ജയിലിലാണ്. തീവ്രവാദം, ടെററിസം. ഇവിടെയുള്ളവർക്ക് അഫ്ഗാനിസ്ഥാനുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ സാധിക്കണം. ഇവരെത്ര കണക്റ്റഡ് ആണ്. ഇവർക്ക് ബൗണ്ടറി ഇല്ല. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ചെറിയ ലോകങ്ങളാണ്. ഒരു ചുമരുകൾക്കുള്ളിലുള്ള ലോകം. പഠിക്കുക, ട്യൂഷന് പോവുക, ഒരു ജോലി സമ്പാദിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് നമ്മൾ വളരുന്നില്ല. അതുകൊണ്ടോ ഈ സ്വാർത്ഥ ലോകത്തിൽ ജോലി കിട്ടിയാലും മനുഷ്യൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒരു ഇടുങ്ങിയ സങ്കുചിതമായ മനസ്സുകളിലേക്ക് നാം മാറി. ശരിയാണോ പറയുന്നത്? ചിന്തിക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എവിടുന്ന് വേണം? കൃത്യനിഷ്ഠ. എന്താണ്? കോംപ്രമൈസ് ഇല്ല. കുന്തിയെ പോലെ. കുന്തി ദേവിയൊക്കെ അങ്ങനെ ഒരു ദൃഢബുദ്ധി ഉള്ളായിരുന്നു. ബകാസുരനെ വധിക്കണമെങ്കിൽ വിപ്രപത്നിയോട് പറഞ്ഞു, വിഷമിക്കണ്ട, ഹേ ബ്രാഹ്മണ പത്നി, വിഷമിക്കണ്ട. ബകാസുരനെ വധിക്കണമെങ്കിൽ നാളെ എന്റെ പുത്രൻ ഭീമസേനൻ പോകും. തീരുമാനമാണ്. അതാണ് തീരുമാനം. രാമന്റെ കൂടെ നിങ്ങൾ നോക്കൂ അന്നത്തെ സ്ത്രീകളുടെ കരുത്ത്. ശ്രീരാമസ്വാമി യാത്ര ചോദിക്കാനാണ് സീതയുടെ അടുത്തെത്തിയത്. കാനനത്തിലെ യാത്ര, വന്യമൃഗങ്ങള്, ക്രൂരമൃഗങ്ങള്, നക്തഞ്ചരന്മാര്, രാക്ഷസന്മാര്. ദേവി, ബുദ്ധിമുട്ടാണ് വനത്തിലെ വാസം, ദേവി വരരുത്, എന്നെ യാത്രയാക്കും. ദേവി ചോദിച്ചു ഭഗവാനോട്, ഹേ രാമ, വിവാഹ സമയത്ത് എന്റെ പിതാവ് അങ്ങയുടെ കയ്യിലേക്ക് എന്നെ കന്യാദാനം ചെയ്ത് ഏൽപ്പിക്കുന്ന സമയത്ത് എനിക്ക് തന്ന ഉപദേശം ഇതല്ല. അങ്ങയെ യാത്രയാക്കലായിരുന്നില്ല. അങ്ങയുടെ സുഖവും ദുഃഖവും എൻ്റെ സുഖദുഃഖങ്ങളാണ്. അങ്ങയുടെ ജീവിതത്തിൽ പരിചരിക്കലാണ് എൻ്റെ ജീവിതം. അതിനാണ് വിവാഹം കഴിച്ചതെങ്കിൽ അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് ഈ സീതയും കൂടെ ഉണ്ടാവും. രാമൻ ഒരിക്കലും തനിച്ച് എങ്ങോട്ട് പോവില്ല. പറയൂ. ഇത് തീരുമാനിക്കാനുള്ള കരുത്ത് അന്ന് ആർക്കുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ രാമനേക്കാൾ സ്ട്രെങ്ത് ആർക്കുണ്ടായിരുന്നു? സീതയ്ക്കുണ്ടായിരുന്നു. നമ്മൾ രാമായണം ശരിക്കും വായിച്ചാലല്ലോ, രാമനായിരുന്നില്ല കരുത്ത്, സീതാദേവിക്കായിരുന്നു കരുത്ത്. കാരണം, ഞാനത് പറയാൻ കാരണം, ഒരു അലക്കുകാരൻ പറഞ്ഞതിന്റെ പേരിൽ ശ്രീരാമസ്വാമി കാട്ടിലേക്ക് അല്ലെങ്കിൽ വാത്മീകി ആശ്രമത്തിൽ സീതയെ കൊണ്ടുവിട്ടു. കുറേ കാലത്തിന് ശേഷം ശ്രീരാമസ്വാമി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ലവകുശന്മാര് പ്രസവിച്ചതിന് ശേഷം ഒന്നും കാണാൻ പോയി എന്ന് രാമായണത്തിലില്ല. അവരെയൊക്കെ രാമായണം പഠിപ്പിച്ച് അവർ രാമായണം പാടി തെരുവുകളിലൂടെ വരുമ്പോഴാണ് ലവകുശന്മാരെ സ്വീകരിക്കുന്നതും തൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്വീകരിക്കുന്ന രംഗങ്ങളൊക്കെ ആണോ. പിന്നീട് രാമന് വിഷമം തോന്നി, കുറ്റബോധം തോന്നി, സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ അവിടെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാൻ അയോധ്യയിലേക്ക് വരുന്നില്ല. സീതയ്ക്കൊരിക്കലും കുറ്റബോധമില്ല. സീത വളരെ ഫേമായിരുന്നു. രാവണന്റെ കസ്റ്റഡിയിൽ നിന്ന് സീത രക്ഷപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ രാവണനെ വധിച്ച് സീതയെ മോചിപ്പിച്ചപ്പോഴും സീത പറഞ്ഞത്, അങ്ങയ്ക്ക് എൻ്റെ പാതിവൃത്യത്തിൽ സംശയമുണ്ടെങ്കിൽ അഗ്നി ഭഗവാൻ തെളിയിക്കട്ടെ. ആ തരത്തിലുള്ള ഒരു വളരെ ഫേം മൈൻഡിന്റെ ഉടമയായിരുന്നു ആര്? സീത. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള അമ്മമാര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാത്തതിന് പിടിവാശിയുണ്ട്, വേണ്ടതിനൊരു സ്ട്രിക്റ്റ് മൈൻഡ് ഇല്ല. ഒരമ്മ എവിടെയാണോ ദുർബലയാവുന്നത് അവിടെയാണ് കുടുംബം നശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളെ രക്ഷിക്കണമെങ്കിൽ ലെറ്റ് us റീസ്റ്റാർട്ട്.
രാവിലെ നമുക്കൊരിക്കലും ഒരു വീടുകളും ജപമില്ലാതെ പോകരുത്. രാവിലെ ജപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഗ്ലാൻഡുകളെല്ലാം വികസിക്കും. രാവിലെയുള്ള ജപം ബുദ്ധിയെ ഏറെ വികസിപ്പിക്കും. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിൽ അത് വളരെ എടുത്ത് പറഞ്ഞ് ധിയോയോന്ന പ്രചോദയാത്. ധി എന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ മനസ്സ് എന്നല്ല അർത്ഥം. ധി എന്നതിന് ബുദ്ധി എന്ന് തന്നെയാണ്. എൻ്റെ ബുദ്ധി പ്രചോദിതമാവട്ടെ, പ്രശോഭിതമാവട്ടെ. പ്രചോദയാത്, പ്രച ഉദയാത്, ഉദയം ഉദയാത്, പ്രകർഷേണ ഉദയം, ഉദയ വികസിക്കുക. എൻ്റെ ബുദ്ധി വികസിക്കട്ടെ. അപ്പൊ വിവേക ബുദ്ധിയെ ഉണർത്താൻ, വിവേക ബുദ്ധിയെ വികസിപ്പിക്കുവാൻ രാവിലെ എണീറ്റ് എന്ത് വേണം? ജപം വേണം. അതാണ് പണ്ട് കാലത്ത് ഈ ത്രിസന്ധ്യ എന്ന സംസ്കാരവും സങ്കല്പവും വെച്ചത്. രാവിലത്തെ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ടുപോയി പ്രകാശം വരുന്ന ആ ഒരു സമയത്തെയാണ് കാലത്തെ സന്ധ്യ എന്ന് പറയാ. പിന്നെ മധ്യാഹ്ന സന്ധ്യ, ഉച്ച പോയി ആ ഉച്ചയ്ക്ക് എന്താ പറയുക, ആ സമയം മധ്യാഹ്ന സന്ധ്യ എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരേ സമയമാണ് ഏത്? മധ്യാഹ്ന സന്ധ്യ. അതായത് നമ്മൾ പകല് കഴിഞ്ഞു, ഇനി സായം സന്ധ്യയിലേക്ക് കടക്കുന്ന ഒരു പോയിന്റ്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ സന്ധ്യ, ഇപ്പോഴത്തെ ഈ സന്ധ്യ. പകല് പോയി രാത്രി കടന്നു വരുന്ന സന്ധ്യ. ഇതെല്ലാം സൈക്കോളജിക്കലി, ഫിസിയോളജിക്കലി മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നുണ്ട്, മനസ്സിനെ ബാധിക്കുന്നുണ്ട്. കടലിലെ വേലിയേറ്റം, വേലിയിറക്കം നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്. കാലത്ത് എണീറ്റ് ജപിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ അറിയണം കാലത്ത് പൊതുവെ ബ്ലഡ് പ്രഷർ പൊതുവെ കൂടുതലായിരിക്കും. കാരണം രാവിലെ മനുഷ്യനെ സംബന്ധിച്ച് വേലിയേറ്റം കൂടുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടുതലായിരിക്കും. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ അറിയില്ല, ഈ 12 മണിക്ക് സമയത്തൊക്കെ കയ്യിലോ കാലിലോ മുറിവ് പറ്റിയാൽ ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കൂടുതൽ വരും. അപ്പം നമുക്ക് മനസ്സിലാവണം ആ സമയം കടലിലെ വേലിയേറ്റ സമയമാണ്. അപ്പം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? അവർക്ക് പറയൂ. ഈ തരത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകൃതി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, പ്രകൃതിയുടെ നമ്മുടെ ഉള്ളിലുള്ള വികാസത്തിന് നല്ല സമയങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മളെ വികസിപ്പിക്കുന്നതിന് പകരം സങ്കോചിപ്പിച്ചിട്ടുണ്ടായി. അപ്പം നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് പല ഗ്ലാൻഡുകളും വികസിച്ചാൽ മാത്രമേ വിവേകവും വികാരവും നമുക്ക് വേണ്ട വിധത്തിൽ കണക്ട് ചെയ്തിട്ട് വേണ്ടാത്ത വികാരത്തെ തള്ളുവാനും വേണ്ട വികാരത്തെ പ്രകടിപ്പിക്കുവാനും രാമനൊക്കെ അതാ സാധിച്ചത്. കാട്ടിലേക്ക് പോകൂ, നിനക്ക് കാടാണ് വിധിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ വാക്കുകളെ സത്യമാക്കണം, എൻ്റെ പുത്രൻ ഭരതനാണ് രാജ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ നാച്ചുറലി മനുഷ്യൻ ഇമോഷണലായി മാറും. ഉണ്ടോ? താൻ ചെയ്യാത്ത തെറ്റിനെ തനിക്ക് കാട് തന്നിരിക്കുന്നു, താൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്, തൻ്റെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു പ്രവൃത്തി എന്നോട് ചെയ്യുന്നത്? ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഞാനെന്തിനാ കാട്ടി പോണത്, നിങ്ങളാരാ അത് എന്നോട് പറയാം, എൻ്റെ അച്ഛൻ എന്നോട് പറയട്ടെ എന്നൊക്കെ നമുക്ക് ബഹളം വയ്ക്കാം. ഉണ്ടോ? ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഇന്നത്തെ രാമനാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? രാമന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? Who are you to ask me? Shut up. What business you got? 4 ഇംഗ്ലീഷും പറഞ്ഞ് നിങ്ങളുടെ വായ അടപ്പിക്കരുത്. കാരണം നമ്മുടെ ഇമോഷൻ അത്ര സ്ട്രോങ് ആണ്. എന്നാൽ രാമൻ നോക്കൂ, എത്ര വേഗം ഫിൽട്ടർ ചെയ്ത് കളഞ്ഞു. തനിക്ക് പ്രതികൂലമായി വരുന്നതിനെ ഒരു പ്രതിഷേധമില്ലാതെ കാണാനും, എന്താ അമ്മ ഇതിലൊരു വിഷമം, അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ ഞാൻ മതിയല്ലോ, കാട്ടിലേക്ക് പോവല്ലേ വേണ്ടോ, എവർ റെഡി. വളരെ കൂളായിട്ട് ഇത് രാമന് പറയണമെങ്കിൽ തൻ്റെ വികാര മനസ്സിനെ വിവേക ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? അവർക്ക് പറയൂ, രാമന് പറ്റിയിട്ടുണ്ട്.
ഇതൊക്കെ ഇന്ന് വേണ്ടതാണോ? വേണ്ടതാണോ? അതിനാണ് നമ്മൾ രാമനോട് വിശ്വാമിത്ര മഹർഷി പണ്ട് യാഗരക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തതാണ് എന്താണ്? കൗസല്യ സുപ്രജാ രാമ പൂർവാസന്ധ്യ പ്രവർത്തതേ. എല്ലാവരും കേൾക്കും, അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കും നമ്മൾ. കൗസല്യ സുപ്രജാ രാമ പൂർവാസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. കേൾക്കും നമ്മൾ. പക്ഷെ എന്താ അർത്ഥം നമുക്കറിയില്ല. എന്താ പറയുന്നത്? പൂർവാസന്ധ്യ പ്രവർത്തതേ. ഇതാ കിഴക്ക് സൂര്യൻ ഉദിക്കാൻ പോകുന്നു. ഏ രാമ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, നീ കാലത്തെണീറ്റ് എന്ത് ചെയ്യണം? ഉത്തിഷ്ഠ ഉത്തിഷ്ഠ. എന്നിട്ട് എന്ത് ചെയ്യണം? ജനം TV കണ്ടോളൂ രാവിലെ. പക്ഷേ അതിൻ്റെ കൂടെ രാമ കർത്തവ്യം ദൈവമാന്വിതം, ദൈവികമായ ജപം, അതുപോലെ തന്നെ പ്രാണായാമം തുടങ്ങിയിട്ടുള്ള സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യണം. നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത്, ലെറ്റ് us മോർ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ സെൽഫ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെക്കുറിച്ച് നമ്മളേറെ പഠിക്കാനുണ്ട്. കാരണം ഇന്ന് നമ്മൾ ശ്വസിക്കുന്നതും കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ അടുത്ത ദിവസം ഒരു ഫംഗ്ഷനിൽ ഇരുന്നപ്പോൾ ഞാൻ തന്നെ ഷോക്ക്ഡായിപ്പോയി. പറയണത് കേരളത്തിലൊക്കെ ഇപ്പോഴും സർക്കാർ തരുന്ന ഈ പുഴയിൽ നിന്നൊക്കെ എടുത്ത് സർക്കാർ തരുന്ന വെള്ളം ക്ലോറിനൈസ്ഡ് വെള്ളമാണ്. ഈ ക്ലോറിനൈസ്ഡ് വെള്ളമാണത്രേ കിഡ്നി കേടുവരുത്തുന്നത് എന്നാണ്. ഇത്രയും ഡയാലിസിസ് സെന്ററുകൾ തുറന്നത് സർക്കാർ തന്നെയാണ്. അമേരിക്കയിൽ 50 വർഷം മുമ്പ് ഈ ക്ലോറിനൈസേഷൻ നിർത്തിവെച്ചു അത്രേ. കാരണം കിഡ്നി പേഷ്യൻ്റ് കൂടിയപ്പോൾ അവർ ടെക്നോളജി മാറ്റി. നമ്മുടെ രാജ്യം ഇന്നും അതൊന്നും മാറ്റിയിട്ടില്ല. നമ്മളെ അവസ്ഥ നോക്കൂ നിങ്ങൾ. കുടിക്കുന്ന വെള്ളം നമ്മുടെ കിഡ്നി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് അറിയുന്നുണ്ട്? ആരിതിനെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കണം? ആരിതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം? പാവം നെട്ടോട്ടം ഓടുകയാണ് ഡയാലിസിസ് സെന്ററുകളിലേക്ക്. കിഡ്നി മാറ്റിവെക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ അതിലും കൂടുതലാണ്. പക്ഷെ നമ്മൾ കുടിക്കുന്ന പാല്, പണ്ടൊക്കെ വീടുകളിൽ പശു ഉണ്ടായിരുന്നു, ഇന്ന് നമുക്കതൊന്നും ഇല്ല, പോയി. ആ കുടിക്കുന്ന പാല്, മിൽമയുടെ പാല് പോലും 10 വർഷം കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്ന പറയണത്. ആ പാലിൻ്റെ ഗുണം അത്രയുണ്ട്. ഇതൊക്കെ പറയുന്നത് ആരറിയോ? ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെയാണ് പറയണത്. അവരൊക്കെയാണ് അതിനെ ആ ലാബിലിരുന്ന് പ്രവർത്തിക്കുന്നത്. കാരണം അവർക്കറിയാം അതിലെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണത് അവർ ഇത് ചെയ്തിട്ട് എന്താ പറയുക, സ്റ്റെറിലൈസ് ചെയ്തിട്ടും മറ്റും എന്തൊക്കെയാണ് ചേർക്കുന്ന അവർക്കേ അറിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അനുകൂലമെന്ന് വിചാരിക്കുന്നതെല്ലാം, സുഖമെന്ന് വിചാരിക്കുന്നതെല്ലാം, പണ്ട് കിണറ്റിലെ വെള്ളം ഏറ്റവും കൂടുതൽ ആൽക്കലിൻ വെള്ളം അതായിരുന്നു. അതിനാണ് അവർ നെല്ലിപ്പടിയൊക്കെ ഇട്ട് കിണറൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇന്നതെല്ലാം ഈ ക്ലോറിൻ അടങ്ങിയ ആസിഡ് വെള്ളം ഉള്ളിൽ ചെന്ന് ദഹനവും കുറഞ്ഞു, ഉള്ള ഡൈജഷൻ സിസ്റ്റം കേടുവരുത്തി, പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കി. അങ്ങനെ രോഗങ്ങളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. രോഗത്തിന്റെ കൂമ്പാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ. നമ്മൾ ഒരു വശത്ത് അമ്പലങ്ങളിലൊക്കെ തൊഴുതു പോകുന്നു, വേറൊരു വശത്ത് സർക്കാർ യഥേഷ്ടം നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് തരുന്നു? രോഗങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എന്താണ് ഒരു വഴി? അതിനാണ് നമ്മൾ കാലത്തെണീറ്റ് അമ്പലങ്ങളിലൊക്കെ പോയി ആൽപ്രദക്ഷിണമൊക്കെ ഒന്ന് ചെയ്ത് കുറേ ഓക്സിജനൊക്കെ ഉള്ളിലേക്ക്, ശുദ്ധ ഓക്സിജൻ, പ്യുവർ ഓക്സിജനൊക്കെ ഉള്ളിലേക്ക് ശ്വസിച്ച്, കുറച്ച് രാവിലെ തന്നെ തുളസിയൊക്കെ ഇട്ടുള്ള വെള്ളം ഒരു ചെമ്പ് പാത്രത്തിലോ അല്ലെങ്കിൽ മൺകുടത്തിലോ കുറച്ച് തുളസിയൊക്കെ ഇട്ടുള്ള വെള്ളം കുടിച്ച് രാവിലെ തന്നെ അങ്ങനെയൊക്കെ ശീലിച്ചു നോക്കൂ നിങ്ങൾ. കുറേ രോഗങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അമ്മമാരൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ചാലല്ലോ. നമുക്കൊരു ഇപ്പോൾ ഒരു വലിയൊരു ചോദ്യം ചോദിക്കണേ, കൊറോണ വൈറസിന് ഏറ്റവും നല്ല മരുന്ന് എന്താണ്? ഏറ്റവും നല്ല മരുന്നാണ് രസം എന്നുള്ളത്. രസം അതിന് പറ്റിയൊരു മരുന്നാണെന്നാണ്. കാരണം ഈ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി, മോയ്സ്ചർ, ഇതൊക്കെ നിലനിർത്താൻ നല്ല സാധനം രസം. അതുപോലെ തുളസി വെള്ളം, ഇതിലേക്കൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോമൂത്രത്തിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഇപ്പം വലിയ പഠനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്ന പലതും അന്ന് നമുക്ക് അതിൻ്റെ വില അറിയില്ലായിരുന്നു.
പക്ഷെ ഇന്ന് അതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ടെന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ലതാണ്. കാരണം ലോകത്തിന് നല്ലത് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിൽക്കട്ടെ. അപ്പം ഇവിടെ പരീക്ഷത്ത് മഹാരാജാവ് പാമ്പിനെ ഇട്ട കഥ മുതലാണ് നമ്മൾ പോയത്. ഇവിടുന്ന് ഒരു വികാരം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിച്ചു. പരീക്ഷത്ത് മഹാരാജാവിന് പ്രശ്നം തീർന്നു എന്ന് തോന്നി. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ ആരംഭം അവിടെ നിന്ന് തുടങ്ങുകയാണ്. ദൂരെ കളിച്ചുകൊണ്ടിരുന്ന ശമീജി മഹർഷിയുടെ പുത്രൻ ശൃംഗി ഈ കാഴ്ച കണ്ട് പരീക്ഷത്ത് മഹാരാജാവിനെ ശപിച്ചു കളഞ്ഞു. എന്താ ശാപം? ഏതൊരു പാമ്പിന്റെ ജഡമാണോ അച്ഛന്റെ കഴുത്തിലിട്ടത് അതിന് കാളം വിഷമുള്ള തക്ഷകനാൽ മൃത്യും സപ്തമേതിനെ, 7ാമത്തെ ദിവസം നിനക്ക് തക്ഷകന്റെ കടിയേറ്റ് വിഷമേറ്റ് മൃത്യു സംഭവിക്കട്ടെ. പരീക്ഷത്തിന്റെ ആയുസ് ഈ മഹർഷിയുടെ പുത്രൻ 7 ദിവസത്തിലേക്ക് ചുരുക്കിക്കളഞ്ഞു. അങ്ങനെ പരീക്ഷത്ത് മഹാരാജാവ് ഇത് അറിഞ്ഞിട്ടില്ല. ശൃംഗി വന്ന് അച്ഛൻ്റെ കഴുത്തിൽ നിന്നും പാമ്പിനെ മാറ്റി നേരെ ആശ്രമത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുത്രനോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ വരികൾ എന്താ അറിയോ? നീ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ നീ ഒരിക്കലും ശപിക്കരുതായിരുന്നു. ഒരു രാജാവിനെ നീ ശപിച്ച് തെറ്റായിപ്പോയി. എന്നിട്ട് പോയി പറയാൻ പറഞ്ഞു, വിവരം അറിയിക്കാൻ പറഞ്ഞു. പുത്രൻ പോയി പരീക്ഷത്ത് മഹാരാജാവിനെ വിവരം അറിയിച്ചു. പരീക്ഷത്ത് മഹാരാജാവ് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ കാണുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ തക്ഷകനെ തെരഞ്ഞുപിടിച്ച് കൊന്ന് പ്രശ്നം തീർക്കാം. പരീക്ഷത്ത് മഹാരാജാവിന്റെ പുത്രൻ ജനമേജയൻ പിൽക്കാലത്ത് സർപ്പയാഗമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സർപ്പങ്ങളെയൊക്കെ ആവാഹിച്ച് കൊല്ലുന്ന കഥകളൊക്കെ ഉണ്ട്. എന്നാൽ പരീക്ഷത്ത് മഹാരാജാവ് ഒരിക്കലും തക്ഷകനെ കൊല്ലാനല്ല ശ്രമിച്ചത്. അദ്ദേഹം മഹാന്മാരോട് ചോദിക്കുകയാണ്. ഒരു എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മഹാന്മാരോട് ചോദിക്കാനുള്ള വിവേകം ആർക്കുണ്ടായി? പരീക്ഷത്തിനുണ്ടായി. അതാണ് ഭാഗവതത്തിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ടത്. ചെറുപ്പത്തിൽ തന്നെയുള്ള സാധനാനുഷ്ഠാനങ്ങൾ നമുക്ക് തരുന്നത് പല പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരും. പക്ഷെ നമുക്ക് അതിനെയൊക്കെ നേരിടാൻ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. എനിക്ക് ആരില്ലെങ്കിലും മനസ്സിലാക്കണം. ഒരു തേഴ്സ്റ്റ് വരും അറിയാനുള്ളത്. എന്നാൽ ചിലവർക്കുണ്ടല്ലോ പെട്ടെന്ന് വിഷമം വന്നാൽ അവര് ഇനി എന്ത് ജീവിതം, ഇനി എന്താണ് ജീവിതം? നോക്കൂ, ചില കുട്ടികളെ കാണാൻ നിങ്ങൾക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കപ്പിൾസിനെ പരിചയപ്പെട്ടപ്പോൾ, ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ വേണ്ട, കല്യാണം കഴിഞ്ഞ കുട്ടികൾ വേണ്ട തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ദ പ്രോബ്ലം? അപ്പോൾ അവർ പറഞ്ഞു, അല്ല സ്വാമി, ഇപ്പോഴേ പോപ്പുലേഷൻ കൂടിയിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, കുട്ടികൾ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പോപ്പുലേഷൻ കുറയാൻ പോകുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കായിരുന്നു, നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് എങ്ങനെയുള്ള പോപ്പുലേഷൻ ആയിരിക്കണം ലോകത്തിൽ ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ടാവട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്? ഒരു മഹാനായ കുഞ്ഞിന് ജന്മം കൊടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഇന്നത്തെ കുട്ടികൾക്ക് അതാ പറ്റിയത്. സന്താനമേ വേണ്ടോ, സത്സന്താനം വേണ്ട. സന്താനത്തിന് വേണ്ടി ഡോക്ടർ എടുത്തു പോവാണ്, സന്താനത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാണ്. സത്സന്താനം വേണമെങ്കിൽ സപ്താഹങ്ങളൊക്കെ വരണം, കേൾക്കണം. പ്രത്യേകിച്ച് നാളെ നിങ്ങൾ പെൺകുട്ടികളൊക്കെ വരാൻ പറയണം. നാളെ കാബിലിയോപാഖ്യാനം കേൾക്കണം അവര്. എന്താണ് കപില ദർശനം? വെറുതെ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായാൽ പോരാ. എന്നിട്ട് ഒരു ദിവസം അച്ഛനെയും അമ്മയും ചവിട്ടി പുറത്താക്കുന്ന, അല്ലെങ്കിൽ പ്രായമായ തിരിഞ്ഞു നോക്കാത്ത, അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ടായിട്ട് എന്താ കാര്യം? അവർ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അവർ ലോയേഴ്സ് ആയിരിക്കാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം. ഹൂ കേഴ്സ്? അങ്ങനെയുള്ള കുറെ പ്രൊഫഷണൽ ആളുകളെ കിട്ടിയിട്ടെന്താ കാര്യം? അല്ലേ, ശരിയല്ലേ? ഹ്യൂമാനിറ്റി ഇല്ലാത്ത പ്രൊഫഷൻ കൊണ്ട് എന്ത് കാര്യം? പണ്ടാരോ പറഞ്ഞതുപോലെ
If health is lost, something is lost. If money is lost, nothing is lost. But character is lost, everything is lost. നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷത്ത് മഹാരാജാവ് മഹാന്മാരോട് ചോദിച്ചു, എന്താണ് പരിഹാരം? അവർ പറഞ്ഞു, അങ്ങ് ഹരിദ്വാറിലേക്ക് പോകും. അവിടെ അപ്പോഴേക്കും ഒരു പർണശാലയൊക്കെ കിട്ടി. പരീക്ഷത്ത് മഹാരാജാവിനെ പർണശാലയിലെത്തി. അദ്ദേഹം പല മഹാന്മാരോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അപ്പം നാമജപം പലരും പറഞ്ഞു. പക്ഷെ പരീക്ഷത്ത് മഹാരാജാവിന് മനസ്സിലായതല്ല പരിഹാരം. കാരണം എത്രയൊക്കെ നാമം ജപിച്ചാലും മനസ്സ് വീണ്ടും തന്നെ അലട്ടാൻ പോകുന്ന പ്രശ്നത്തിൽ തന്നെ നിൽക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ എത്ര എമൗണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയാലും, എത്ര നിങ്ങൾ ഭജന പാടിയാലും, അതിൽ മനസ്സ് രസിക്കുന്നത് വരെ, രസിക അഭിഭാവുക, ഒരു രസം കിട്ടുന്നത് വരെ മനസ്സ് അലഞ്ഞു തിരിയും. ഈ മനസ്സെന്ന് പറയുന്നത് ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ദോശയ്ക്ക് വേണ്ടി അരിയും ഉഴുന്നും അരയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ ഗ്രൈൻഡർ അല്ല, പണ്ടത്തെ കൈയുടെ ഗ്രൈൻഡർ. അതിൽ നിങ്ങൾ ഈ അരിയും ഉഴുന്നും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര അരയ്ക്കാൻ ശ്രമിച്ചാലും ഈ അരിയും ഉഴുന്നും ആദ്യം അതെല്ലാം എന്ത് ചെയ്യും? എത്ര പേര് അരച്ചിട്ടുണ്ട്? നല്ലോണം ഉണ്ട്. ഇവിടെ അരക്കാര് കമ്പനിയാണ്. അപ്പൊ അരയ്ക്കും തോറും ഇതെന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. എത്ര നിങ്ങൾ നാമത്തിലേക്ക് ഉറപ്പിക്കാൻ ശ്രമിച്ചാലും അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തേക്ക് വീട്ടിൽ അത് പോവും. നാമവുമായി മനസ്സിന് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ബന്ധം ഉണ്ടാവില്ലേ പറയാൻ പറ്റില്ല. ഒന്ന് കയറി ഇറങ്ങിപ്പോവും. എന്നാലും കൂടുതൽ അതിൻ്റെ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, അതിൻ്റെ ഏകാഗ്രത വേണ്ടാത്ത വിഷയങ്ങളിലാണ്. ഞാൻ സത്യസന്ധമായി ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം. കല്യാണത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. രാവിലെ ഡെയിലി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ശീലമുള്ള ഒരാളാണ് നിങ്ങൾ. അന്ന് വിഷ്ണു സഹസ്രനാമവും വിശ്വം വിഷ്ണു വഷട്കാരം ഇത്രേ ഓർമ്മയുണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്തുടുക്കണം, എപ്പോൾ ഇറങ്ങണം, ആരെ കാണണം. അതിൻ്റെ ഇടയ്ക്ക് മീനാക്ഷി ഒന്നും മിണ്ടില്ല. ഞാൻ അവളോട് ഇവിടെ ഭൂതഭവ്യ ഭവപ്രഭുവാണ്. ആരോടൊക്കെ നമുക്ക് ഇഷ്ടമില്ല, ആരോടൊക്കെ ഇഷ്ടമുണ്ട്, ആരോടൊക്കെ. പിന്നെ ചിലർ ചിന്തിക്കുന്ന എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് വരണം, അതിന് ആദ്യത്തെ പന്തി തന്നെ എങ്ങനെങ്കിലും. ഇവിടെ എന്താണ് വിഷ്ണു സഹസ്രനാമ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വിഷ്ണു സഹസ്രനാമവും നമ്മളും തമ്മിൽ പറയൂ. എന്നിട്ട് കല്യാണ വീട്ടിൽ പോയിട്ട് എന്താ പറയാറിയ, ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടാ വന്നിരിക്കണതെന്ന്. ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാട്ട് വെച്ചിരുന്നു. കാരണം വിഷ്ണു സഹസ്രനാമവും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള സത്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ല, ഫാക്ട് പറഞ്ഞു തരികയാണ്. യാഥാർത്ഥ്യം, ട്രൂത്ത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഇതാണ് സത്യം. അപ്പം മനസ്സും നാമവും തമ്മിൽ ഒരു ബന്ധം വരും. എപ്പോ വരും എന്നറിയോ? അതിനാണ് ജ്ഞാനം കൊണ്ട് ബന്ധം. ഈ അരിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് സോഫ്റ്റും ചെയ്യും തോറും ഈ അരി പൊടിഞ്ഞ് 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 കല്ലുമായിട്ട് അങ്ങനെ ചേർന്ന് അതൊരു പേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഒരിക്കലും തെറിക്കില്ല. ശരിയാണോ? ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രോസസ്സ് എനിക്കറിയാം. ശരിയാണോ? ശരിയാണ്. അപ്പോ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ സോഫ്റ്റും ചെയ്യുന്ന പോലെ ഇതുപോലെയാണ് ജ്ഞാനം. അതിനാണ് ഇതുപോലുള്ള സത്സംഗങ്ങൾ. അതിനാണ് നിങ്ങൾ ഭാഗവതം പഠിക്കേണ്ടത്. ഈ ജ്ഞാനമാകുന്ന വെള്ളം ഒഴിച്ചിട്ട് വേണം നാമത്തിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു ചേർത്താൻ.
പലർക്കും ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി ചൊല്ലുന്നതെന്തോ ചെയ്യുന്നതെന്തോ അതാണ് ഭക്തി എന്നുള്ളത്. അതല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് മനസ്സ് പൂർണ്ണമായി അലിഞ്ഞ് ചേരുന്ന നാമസങ്കീർത്തനാദി ആ ലയം അനുഭവത്തെയാണ്, അനുഭൂതിയാണ് എന്ത് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ലയമാണ്, നാമത്തിലുള്ള ലയമാണ് ഭക്തി. പൂർണ്ണമായി അങ്ങനെ ലയിച്ചിരിക്കുക. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളെ വളരെ ശ്രദ്ധിക്കണം. പൂർണ്ണമായി ലയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്കും മനസ്സിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇതിൽ തന്നെ അങ്ങനെ അത്ര ലയിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ സീരിയൽ കാണുന്നവർക്ക് മനസ്സിലാവും. സീരിയൽ കാണുമ്പോൾ മനസ്സ് വേറെ ഒന്നിലേക്കും പറയൂ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സീരിയൽ, നിങ്ങൾ ആ കഥ അത്ര ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഇപ്പൊ ഭാര്യ സീരിയൽ കാണണം, ആ സമയത്ത് ഭർത്താവ് വിളിക്കുന്നു, ഇവിടുന്ന് ദുബായിലുള്ള ഭർത്താവ് വിളിക്കുന്നു, ഭാര്യ സീരിയൽ അത്ര മുഴുകിയിരിക്കുകയാണ്. ഭർത്താവാണെങ്കിൽ ഒരാഴ്ചയെ വിളിച്ചിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത്. സത്യം പറയൂ, എത്ര സ്ത്രീകൾ ഭർത്താവിന്റെ കോൾ അറ്റൻഡ് ചെയ്യും?